Students, welcome to another class of engineering thermodynamics. Today we are going to discuss about entropy. ഓക്കെ, നമ്മൾ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് എന്ത് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ അല്ലേ. സോ നമുക്ക് എങ്ങനെ എൻട്രോപ്പിനെ ഡിഫൈൻ ചെയ്യാം? ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ് ഇൻ എ സിസ്റ്റം. അതായത് നമുക്കെന്താണ് അവിടെ എത്രത്തോളം ഇപ്പം അതായത് നമ്മളൊരു ഒരു ഐസ് അല്ല ഒരു ലിക്വിഡ് ഒരു ഗ്യാസ് എടുത്തു. സോ ഇവിടെ എന്താണ് ഡിസോർഡേഴ്സ് ഓഫ് മോളിക്യൂൾസ് എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് ഐസാണ്, ഓക്കെ, ഇത് ലിക്വിഡാണ്, ഇത് ഗ്യാസാണ്, ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഈ സോളിഡിലും ലിക്വിഡിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്താണ് മോളിക്യൂൾസ് എന്താണ്, ഇപ്പോൾ സോളിഡിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഹൈലി ഓർഗനൈസ്ഡ് ആണ് അല്ലേ. മോളിക്യൂൾസ് എന്താ ഒരേ പാറ്റേണിലാണ് അല്ലേ, എന്താണ് വളരെ നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ലിക്വിഡിൻ്റെ കേസിലേക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് എന്താണ്, നമുക്ക് ഒരിക്കലും എന്താണ് ഒരു ഓർഗനൈസ്ഡ് ഫോമിലായിരിക്കില്ല മോളിക്യൂൾസ് ഉണ്ടാവുക അല്ലേ. എന്താണ് അപ്പോൾ നമുക്ക് പറയാം കമ്പയർ ടു സോളിഡ് ആൻഡ് ലിക്വിഡ് എന്താണ് ഗ്യാസ് ഹാവ് ഹയർ ഡിസോർഡേഴ്സ് അല്ലേ. ഹയർ ഡിസോർഡർ എന്തിനാണ് ഉണ്ടാവുക, ഗ്യാസിനാണ് ഉണ്ടാവുക. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷൻ കാരണം പൊല്യൂഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് ഡിഗ്രി ഓഫ് ഡിസോർഡർ ഈസ് ഹയർ ഫോർ ഗ്യാസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അങ്ങനെയാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ അധികം ക്വസ്റ്റ്യനിലെല്ലാം കണ്ടുവരുന്ന അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് മുന്നേ എല്ലാം കണ്ടുവരിക നമ്മൾ എൻട്രോപ്പി ഒരു പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ് ഈ ഒരു പ്രൂഫ് വരുന്നത്. ഇതിന് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. സോ വി ആർ കൺസിഡറിങ് a system undergoing a reversible process from 1 to 2. ഓക്കെ, ഒരു റിവേഴ്സിബിൾ പ്രോസസ് ഫ്രം 1 to 2. ഓക്കെ, അപ്പം അതെങ്ങനെ പോകുന്നുണ്ട്, 1 to 2 എന്താണ്, ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ ദ പാത്ത് എൽ. ഓക്കെ, ആൻഡ് ഫ്രം 2 to 1 അല്ല റിവേഴ്സിബിൾ ആണ്. അപ്പോൾ എന്താണ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണ് അല്ലേ സെയിം ആയിരിക്കണം. സോ ഇറ്റ് ഹാസ് ടു റിവേഴ്സ്. അപ്പോൾ അവിടുന്ന് തിരിച്ച് 2 to 1 വരുന്ന സമയത്ത് വി ക്യാൻ കൺസിഡർ 2 പാത്ത്. ഓക്കെ, ഏതൊക്കെയാണ് ദ പാത്ത് എം ആൻഡ് എം. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സാണ് 1 to 2 ആണ്. ഓക്കെ, അപ്പം എന്താണ് എല്ലിലൂടെയാണ് 1 to 2 സ്റ്റേറ്റ് ചേഞ്ച് ഒക്കെ അറിയുന്നത്. തിരിച്ച് 2 to 1 വരുന്ന സമയത്ത് വി ആർ കൺസിഡറിങ് 2 പാത്ത് എം ആൻഡ് എൻ. ഓക്കെ, സോ വി ആർ അപ്ലൈയിങ് ദ കോഷ്യസ് തിയറം. ഓക്കെ, കോഷ്യസ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി ക്യൂ ബൈ ടി ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിലേക്ക് വരുന്നതാണ് ഒരു സൈക്ലിക് ഇൻ്റഗ്രലിൽ റിവേഴ്സിബിൾ സൈക്കിളിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നൗ വി ആർ കൺസിഡറിങ് ദാറ്റ് ദ പ്രോസസ് ഈസ് ഫ്രം 1 to 2 ത്രൂ എൽ ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് വിത്ത് ത്രൂ എം അല്ലേ. എമ്മിലൂടെയാണ് ഫസ്റ്റ് നമ്മൾ എം ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 to 2. ഇത് പാത്താണ് കാണിക്കുന്നത് കേട്ടോ. ഈ എൽ എം എന്നൊക്കെ പറഞ്ഞത് എൻ എന്നൊക്കെ പറഞ്ഞത് പാത്താണ് കാണിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ ഓഫ് 1 to 2 എൽ ഡി ക്യൂ ബൈ ടി പ്ലസ് ഇൻ്റഗ്രൽ 2 to 1 എം ഡി ക്യൂ ബൈ ടി ഈക്വൽ ടു 0 അല്ലേ. നമുക്ക് ഈ കോഷ്യസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. സോ നെക്സ്റ്റ് വി ആർ കൺസിഡറിങ് ദി റിവേഴ്സിബിൾ പ്രോസസ് ഫ്രം 1 to 2 ദെൻ ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് ത്രൂ എൻ. എന്നിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഒറിജിനൽ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ് ഇവിടുന്ന് 1 to 2 എന്താണ് എൽ തന്നെയാണ്, ദർ ഇസ് നോ ചേഞ്ച് അല്ലേ. എന്താണ് ദർ ഇസ് നോ ചേഞ്ച് എന്താണ് 1 to 2 എൽ ഡി ക്യൂ ബൈ ടി പ്ലസ് ഇൻ്റഗ്രൽ 2 to 1 എൻ ഡി ക്യൂ ബൈ ടി ഈക്വൽ ടു 0 അല്ലേ. സോ നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് ഈ ഒരു രണ്ട് എക്സ്പ്രഷൻസ് നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല ഇവിടെ എന്താ 1 to 2 എൽ എന്താണ് രണ്ട് പാത്തും എന്താണ് സെയിം ആണ് അല്ലേ. നമ്മൾ ഈ ഒരു 2 to 1 പാത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എന്താണ് ഈ ഒരു ക്വാണ്ടിറ്റി അല്ലെ, ഈ ഒരു ക്വാണ്ടിറ്റി പ്ലസ് ദിസ് വൺ ഈക്വൽ ടു 0. സിമിലർലി എന്താണ് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഈ ഒരു എമ്മിലൂടെ പോകുന്നതും അതേപോലെ തന്നെ എന്നിലൂടെ പോകുന്നതും എന്താണ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം അല്ലെ. ഈ ഒരു ജസ്റ്റ് ഒരു ഇക്വേഷൻ കമ്പയർ ചെയ്താൽ മാത്രം മതി, ഈ ഒരു എക്സ്പ്രഷൻ കമ്പയർ ചെയ്താൽ മാത്രം നമുക്കൊന്ന് മനസ്സിലാവും. So thus we can say that the quantity cyclic integral of dt by t is a function of initial state and final അല്ലേ. എന്താണ് ഇവിടെ രണ്ട് പാത്തിലേക്ക് വരുന്നുണ്ട് അല്ലേ, ഇവിടെ രണ്ട് പാത്ത് വന്നിട്ട് പോലും എന്താണ് സെയിം ആണ് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് അല്ലേ. പാത്തിനെ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള പ്രോപ്പർട്ടി സോ വിച്ച്
റെപ്രസെൻറ്റ്സ് എ പ്രോപ്പർട്ടി. ഈ ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞത് എന്താണ്, നമുക്കൊരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് എൻട്രോപ്പി. Okay, that property is known as entropy. Okay, and it is denoted by capital S. ആ ക്യാപിറ്റൽ എസിൻ്റെ കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് രണ്ടുണ്ട്, എന്താണ്, എൻട്രോപ്പിയും ഉണ്ട്, അതേപോലെ സ്പെസിഫിക് എൻട്രോപ്പിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻട്രോപ്പിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്താ, ഡി ക്യൂ ബൈ ഡി ടി ആണ് അല്ലേ. സോ എന്താണ്, കിലോ ജൂൾ പെർ കെൽവിനാണ് എന്ത് പറയുക, അതിൻ്റെ യൂണിറ്റ് പറയുക. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് എൻട്രോപ്പിയാണ്. ഓക്കെ, സ്പെസിഫിക് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, എൻട്രോപ്പി, ടോട്ടൽ എൻട്രോപ്പി ഡിവൈഡ് ബൈ മാസ് ആണ് അല്ലേ. ഓക്കെ, സോ ഇതിൻ്റെ യൂണിറ്റ് എന്താ വരിക, കിലോ ജൂൾ പെർ കിലോഗ്രാം അല്ലേ, എന്താ ഡിവൈഡ് ബൈ മാസ് വരുന്നുണ്ടല്ലോ, കിലോഗ്രാം കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, എൻട്രോപ്പി ഈസ് എ എക്സെൻട്രിക് പ്രോപ്പർട്ടിയാണ് അല്ലേ, സ്പെസിഫിക് അല്ലേ, ഓൾ സ്പെസിഫിക് ക്വാണ്ടിറ്റീസ് ആണ് എന്താ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, നമുക്കറിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ എൻതാൽപ്പിൻ്റെ കേസിലേക്ക് വരുമ്പോൾ യൂണിറ്റും, അതേപോലെ സ്പെസിഫിക് എൻതാൽപ്പിൻ്റെ കേസിലേക്ക് വരുമ്പോൾ യൂണിറ്റും കാര്യങ്ങളെല്ലാം എന്ത് വേണം, ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇനിയും പറയേണ്ട. അപ്പം നിങ്ങൾ ചില സമയങ്ങളിൽ ഇതെന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്, പ്രൂവ് ദാറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ എന്നൊക്കെ വരുന്ന സമയത്ത് എന്താണ്, എക്സാക്റ്റ് ഡിഫറൻഷ്യലിൻ്റെ കേസിലും ഈ ഒരു സെയിം പ്രൂഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ മൂവ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ മോളിക്യൂൾസിൻ്റെ എടുത്താൽ മതി അല്ലേ. ഇവിടെ എന്താണ്, കുറേ മോളിക്യൂൾസ് ഉണ്ട് അല്ലേ, കുറേ മോളിക്യൂൾസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഹീറ്റിംഗ് കൊടുക്കുകയാണ് കേട്ടോ, നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഫോർ മോളിക്യൂൾ ദേ വിൽ അറ്റൈൻ എനർജി അല്ലേ, ആൻഡ് എന്താണ് സംഭവിക്കുന്നത്, അവരെന്ത് ചെയ്യാണ്, ഇവിടെ ഈ റാൻഡംനെസ് എന്താണ്, കൂടുക ചെയ്യുക അല്ലേ. ഓക്കെ, ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താ, റാൻഡംനെസ് ഓഫ് ദ മോളിക്യൂൾ ഇൻക്രീസസ്, ദസ് ദ ഡിസോർഡർ അല്ലേ, എന്താണ്, എൻട്രോപ്പി ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഓൾവേസ് ഇൻക്രീസസ് വിത്ത് എഡീഷൻ ഓഫ് ഹീറ്റ് ടു ദ സിസ്റ്റം അല്ലേ. ആ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്താണ്, എൻട്രോപ്പി കൂടിക്കൊണ്ട് നിൽക്കും അല്ലേ. അപ്പം നേരെ മറിച്ചിട്ട് അടുത്ത സെൻറ്റൻസ് എന്തായിരിക്കും, ഇഫ് യു ആർ റിമൂവിങ് അല്ലേ, ഓർ ഇഫ് യു ആർ അബ്സ്ട്രാക്റ്റിംഗ് ഹീറ്റ് ഫ്രം എ സിസ്റ്റം, ദ എൻട്രോപ്പി വിൽ ബി എന്താണ്, എൻട്രോപ്പി വിൽ ബി ഡിക്രീസിങ് അല്ലേ, എന്താണ്, ഡിക്രീസ് ചെയ്യപ്പെടുന്നു. പിന്നെ എൻട്രോപ്പി ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. ഐസെൻട്രോപ്പിക് പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് എൻട്രോപ്പി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഐസെൻട്രോപ്പിക് എന്ന് വെച്ചാൽ എന്താണ് ആയിരുന്നു, റിവേഴ്സിബിൾ ഏഡിയബാറ്റിക് അല്ലേ, ഏഡിയബാറ്റിക് പ്രോസസ്സായിരുന്നു ഐസെൻട്രോപ്പിക് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ഓഫ് എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ചേഞ്ച് ഓഫ് എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ്സ്. ഓക്കെ, ഇത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ ഡെറിവേഷൻസ് ആയിട്ട് പ്രൂഫായിട്ടൊന്നും ചോദിച്ചിട്ടില്ല, ബട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ഓഫ് എൻട്രോപ്പിയാണ്. ഓക്കെ, ചേഞ്ച് ഓഫ് എൻട്രോപ്പി ഇൻ റിവേഴ്സിബിൾ പ്രോസസ്സ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ കൺസിഡറിങ് ദാറ്റ് ലെറ്റ് S1 അല്ലേ, എന്താണ്, എൻട്രോപ്പി അറ്റ് ഇനീഷ്യൽ സ്റ്റേജ് ആൻഡ് S2 ആസ് എൻട്രോപ്പി അറ്റ് ഫൈനൽ സ്റ്റേജ്. ഓക്കെ, സോ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താ, S1 മൈനസ് S2 ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 1 to 2 dq by t അല്ലേ. ആയിട്ട് റിവേഴ്സിബിളിൻ്റെ കേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പം ഇങ്ങനെ എഴുതാം. ഓൾറെഡി നമുക്ക് എന്താണ് ഈ ഒരു കാര്യം സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. S1 മൈനസ് S2 ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 dq by t ഓഫ് റിവേഴ്സിബിൾ അല്ലേ. ഇനി നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്, അതായത് നമുക്കിപ്പോൾ രണ്ട് സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഈ ഒരു രണ്ട് സ്റ്റേറ്റും എന്താണ്,
വളരെ അടുത്താണെങ്കിൽ വി ക്യാൻ റീപ്ലേസ് ദിസ് S1 മൈനസ് S2 വിത്ത് DS. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ വി വിൽ ഗെറ്റ് എ DS ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 dq/t റിവേഴ്സിബിൾ. സോ എന്താണ് Q റിവേഴ്സിബിൾ ഈക്വൽ ടു എന്താണ് 1 to 2 TdS. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇതേപോലത്തെ ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ലോൻ്റെ കേസിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് P ഈക്വൽ ടു എന്താണ് P ഈക്വൽ ടു സോറി P അല്ല. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ലോൻ്റെ കേസിലേക്ക് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന W ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 P dV അല്ലേ. അപ്പം നമ്മൾ എന്നിട്ട് എന്തായിരുന്നു നമുക്ക് പറഞ്ഞിരുന്നത്, നമ്മൾ എന്നിട്ട് എന്താ PV ഡയഗ്രാം വരച്ചു അല്ലേ. PV പ്ലോട്ട് വരും അല്ലേ. PV പ്ലോട്ടിൻ്റെ എന്താണ് നമുക്ക് ഇപ്പം ഇങ്ങനെയാണ് ഒരു പ്രോസസ്സ് എങ്കിൽ നമുക്ക് എന്താ പറയുക, ഏരിയ അണ്ടർ ദാറ്റ് ഗ്രാഫ് എന്താണ് ഗീവ്സ് ദി വർക്ക് ഡൺ എന്തും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമിലർലി നമുക്ക് ഈ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് വി ആർ കൺസിഡറിങ് TS അല്ലേ. ഒരു TS ഡയഗ്രത്തിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയാം, ഓക്കെ, ദ ഏരിയ അണ്ടർ അല്ലേ, ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് ഗീവ്സ് ദി Q അല്ലേ. എന്താണ് ഇവിടെ Q ആണ് നമുക്ക് ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, സോ അതും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. സോ ദസ് വി ക്യാൻ സേ ദാറ്റ് ദ ചേഞ്ച് ഓഫ് എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് ഈക്വൽ ടു എന്താണ് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് dq/t അല്ലേ. ഓക്കെ, ഇതാണ് നമ്മളുടെ എൻട്രോപ്പിൻ്റെ കേസിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇൻ ദ ടേംസ് ഓഫ് എൻട്രോപ്പിൻ്റെ കേസിലേക്ക് വരുമ്പോൾ. ഓക്കെ, സോ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് ഇത് ഓർമ്മിച്ച് വെക്കണം, ആൻഡ് ഈ ഒരു രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് TS ഇക്വേഷനാണ് അല്ലേ, സോറി TS ഡയഗ്രാമാണ് അല്ലേ. ഓക്കെ, TS ഡയഗ്രത്തിലേക്ക് പറയുന്ന സമയത്ത് നമുക്ക് കാർനോട്ട് എഞ്ചിൻ്റെ അല്ല കാർനോട്ട് സൈക്കിളിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു അവിടെ നമുക്ക് മെയിൻലി എന്താണ് ഒരു ഇതെന്തായിരിക്കും, ഇത് TS അല്ലേ. ഇതെന്താണ് ഐസോ തെർമൽ പ്രോസസ് ആയിരിക്കും അല്ലേ. ഇത് 1 to 2 എന്താണ് ഐസോ തെർമൽ പ്രോസസ് ആയിരിക്കും. എങ്ങനെയാണ് അത് വരുന്നത് എന്നാണ് ഞാൻ പറയുന്നത് അല്ലേ. അപ്പം ഇതെന്തായിരിക്കും വെർട്ടിക്കൽ അല്ലേ. ഇങ്ങനെ വരുന്നത് എന്താണ് ഐസെൻട്രോപ്പിക് ആയിരിക്കും. നമുക്കറിയുന്ന കാര്യം ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, എന്താണ് ഐസെൻട്രോപ്പിക് ആയിരിക്കും. ഇതെന്താണ് ഐസോ തെർമൽ ആയിരിക്കും അല്ലേ. ഓക്കെ, സോ എന്താണ് ഇവിടെ പറഞ്ഞ TS ഡയഗ്രത്തിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്താണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലേ. എന്താണ് വെർട്ടിക്കൽ ആക്സിസിലായിരിക്കും എന്തുണ്ടാവുക, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഉണ്ടാവുക. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ എൻട്രോപ്പി ഉണ്ടാവും. സോ നമ്മൾ എന്താണ് ഒരു ചെറിയ ഒരു എലിമെൻ്ററി പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഇൻ വിച്ച് ദ സ്മോൾ എമൗണ്ട് ഓഫ് dq ഈസ് ഗിവൺ അല്ലേ. ഈ ഒരു ചെറിയൊരു കേസിലേക്ക് വരുന്ന സമയത്ത് അറ്റ് ടെമ്പറേച്ചർ T, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ Tയിൽ ഇവിടെ ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും അല്ലേ എന്താണ് മോസ്റ്റ് പ്രോബബ്ലി അതെന്താണ് ഒരു കൺസിഡറിങ് ഇറ്റ് ആസ് T അല്ല. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ Tയിൽ നമ്മൾ എന്താണ് dq ഹീറ്റ് നമ്മൾ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് DS ഈക്വൽ ടു ഹീറ്റ് ചേഞ്ച് ആണ് ഇത് കേട്ടോ. ഹീറ്റ് ചേഞ്ച് അല്ലേ, ഹീറ്റ് ചേഞ്ച് ഡിവൈഡ് ബൈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, ഈ കാര്യങ്ങൾ DS ഈക്വൽ ടു Q/T തന്നെ അതിൻ്റെ വേറൊരു ഈ ഒരു ഡയഗ്രത്തിൻ്റെ കേസിലേക്ക് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പിയാണ്. ഓക്കെ, സോ എൻട്രോപ്പി നമ്മൾ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്ത് ഒരു റിവേഴ്സിബിൾ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്തിട്ട് പറയുന്ന സമയത്ത് അവിടെ എങ്ങനെയൊക്കെയാണ് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇതിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാം. പക്ഷേ നമ്മൾ ആ ഒരു ഐഡിയ കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിയർ ഈസ് എ പ്രോസസ്സ് അല്ലേ. 1 to 2 ഒരു പ്രോസസ്സ് ഉണ്ട്. ഓക്കെ 1 to 2 അപ്പോൾ ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ വി ആർ കൺസിഡറിങ് 1 to 2 അല്ലേ. 1 to 2 വരുന്ന ഈ ഒരു A എന്ന് പറയുന്നത് ലെറ്റ് ബി എനി പ്രോസസ്സ്, അതായത് അതെന്ത് ചെയ്യാം റിവേഴ്സിബിൾ ആവാം ഇറിവേഴ്സിബിൾ ആവാം. ഓക്കെ, ഇനി 2 to 1 വരുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താണ് വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ്
റിവേഴ്സിബിൾ അല്ലോ അല്ലേ. എന്താണ് ഈ ബി എന്ന് പറഞ്ഞാൽ 2 to 1 എന്ന് പറഞ്ഞത് എന്താണ്, റിവേഴ്സിബിൾ ആണ്. പാത്ത് ബിയിലൂടെ വരുന്ന പ്രോസസ്സ് എന്താണ്, റിവേഴ്സിബിൾ ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1 to 2ലേക്ക് വരുന്ന ആ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്താണ്, രണ്ടും ആവാം, ഇറിവേഴ്സിബിളും ആവാം, അതേപോലെ തന്നെ എന്ത് സംഭവിക്കുക, റിവേഴ്സിബിളും ആവാം. ഓക്കെ, അപ്പം ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കി വെച്ചു. സോ നമ്മൾ കോഷ്യസ് ഇൻഇക്വാലിറ്റി പ്രകാരം നമുക്കറിയാം അല്ലേ, എന്തായിരുന്നു സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി ക്യൂ ബൈ ഡി ടി അല്ലേ, ഇറിവേഴ്സിബിൾ. ഇപ്പോൾ ഫസ്റ്റ് കേസിന് ഇതിൻ്റെ കേസിലേക്ക് നിങ്ങൾ അത് നോക്കിയാൽ എന്താണ്, ഇറിവേഴ്സിബിൾ. ഇത് ഏത് പ്രോസസ്സും ആവാം അല്ലേ, ഇറിവേഴ്സിബിൾ ആവാം, റിവേഴ്സിബിൾ ആവാം. അപ്പോൾ ഇറിവേഴ്സിബിളിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0 ആയിരിക്കും അല്ലേ. എന്താണ് ഇറിവേഴ്സിബിളിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0 ആയിരുന്നു അല്ലേ, നമ്മൾ കോഷ്യസ് ഇൻഇക്വാലിറ്റിയിൽ പറഞ്ഞതാണ്. ഇനി റിവേഴ്സിബിളിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്താ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു അല്ലേ. അപ്പോൾ അത് നമുക്ക് രണ്ടും ആവാം അല്ലേ ആ സിസ്റ്റത്തിന്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സൈക്കിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി ക്യൂ ബൈ ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ, നമുക്ക് അങ്ങനെ എഴുതി. അപ്പോൾ നമ്മൾ ഇനി ഈ രണ്ട് കേസിലേക്ക് നമ്മൾ എന്താണ്, നമ്മൾ എഴുതുകയാണ്. ഓക്കെ, സോ ഇൻ്റഗ്രൽ 1 to 2 ഡി ക്യൂ ബൈ ഡി ടി അല്ലേ, ഇത് ഏതാണ്, നമ്മൾ റിവേഴ്സിബിളും ആവാം, ഇറിവേഴ്സിബിൾ ആവും. പ്ലസ് ഇൻ്റഗ്രൽ 2 to 1 ഡി ക്യൂ ബൈ ഡി ടി അല്ലേ, ഡി ക്യൂ ബൈ ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് മനസ്സിലായി അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു 2 to 1 ഉള്ള പ്രോസസ്സ് എന്താണ് നമുക്കറിയാം, ഇറിവേഴ്സിബിൾ എന്നറിയാം അല്ലേ. സോ ഇൻ്റഗ്രൽ 2 to 1 ഡി ക്യൂ ബൈ ഡി ടി അല്ലേ, നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ. ഈ ഒരു കണ്ടീഷനിലേക്ക് വരുന്ന സമയത്ത് ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്സ് അല്ലേ, ഇൻ്റഗ്രൽ 1 to 2 ഡി ക്യൂ ബൈ ഡി ടി അല്ലേ, എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണെന്ന് അല്ലേ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണെന്ന് നമുക്കറിയാം. സോ വി ആർ ഗിവിങ് ലൈക്ക് ദാറ്റ് integral 1 to 2 dq by dt plus s1 minus s2 is less than or equal to 0. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു ഇക്വേഷൻ വരെ കിട്ടി അല്ലേ. ഇവിടെ റിവേഴ്സിബിൾ ആയതുകൊണ്ട് നമുക്ക് എന്താണ്, നമ്മൾ ആ ഒരു ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ് ഇത് നമുക്ക് ഓൾറെഡി അറിയാം ഫോർ എ റിവേഴ്സിബിൾ സൈക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും എഴുതിയ സമയത്ത് നമ്മളെന്താ ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്യുകയാണ് അല്ലേ. നമ്മളപ്പം ഇവിടെ എന്താണ് S1 S2 നമ്മൾ എന്താണ് റീ അറേഞ്ച് ചെയ്യുന്നത്, ഇറ്റ് വിൽ ബിക്കം S2 minus S1 is greater than or equal to integral 1 to 2 dq by dt ആണ്. ഓക്കെ, ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എന്താണ് റിവേഴ്സിബിളിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബിക്കം ഈക്വൽ ഇഫ് ദ പ്രോസസ് ഈസ് ഇറിവേഴ്സിബിൾ. അതായത് നമുക്ക് എന്താ പറയേണ്ട, ഐഡിയൽ അല്ലാത്ത റിയൽ കേസിലുള്ള പ്രോസസ്സ് ആണെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 ഡി ക്യൂ ബൈ ഡി ടി ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, നമുക്ക് ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം ആൻഡ് സറൗണ്ടിങ്സ് അല്ലേ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ എന്താണ്, ഹീറ്റ് ഇൻട്രാക്ഷൻ ഉണ്ട്. Q1 Q2 എന്താണ്, ഹീറ്റ് ഇൻട്രാക്ഷൻ നടക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഹീറ്റ് ഇൻട്രാക്ഷൻ കാരണം അവിടെ എന്ത് സംഭവിക്കും, ദർ വിൽ ബി ആൻ എൻട്രോപ്പി ചേഞ്ച് അല്ലേ. ഒരു എൻട്രോപ്പി എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ സറൗണ്ടിങ്. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇതെന്താണ്, ഐസൊലേറ്റഡ് അല്ല എങ്കിൽ അല്ലേ, ഐസൊലേറ്റഡ് ആണെങ്കിൽ എന്താണ് നമുക്കത് പറയാൻ പറ്റില്ല. ഐസൊലേറ്റഡ് അല്ലാത്ത കേസിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഒരു ഡി ക്യൂ ബൈ ടി എന്ന് പറഞ്ഞ ഒരു വാല്യൂ എന്താണ്, നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് എന്താണ് ഒരു എൻട്രോപ്പി നമ്മൾ പുറത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് കൊടുക്കും. ഓക്കെ, എങ്ങനെ, ഇഫ് ദർ ഈസ് എ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെ, ഒരു ഹീറ്റ് ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ, ഹീറ്റിങ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമ്മൾ കാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഹീറ്റ് എഡീഷൻ നടക്കുമ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്യപ്പെടാം അല്ലേ, ഡിഗ്രി അല്ലെങ്കിൽ ഹീറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹീറ്റ് ഓക്കെ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക്, അങ്ങനെ ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കാരണം സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് പോകുന്ന ആ ഒരു എൻട്രോപ്പി അല്ലേ, ക്വാണ്ടിറ്റി അല്ലേ, എന്താണ് ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, എൻട്രോപ്പി ട്രാൻസ്ഫർ പറയുന്നത്. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് വരുന്ന ആ ഒരു എൻട്രോപ്പി ഡ്യൂ ടു ദി എന്താ ഹീറ്റ് ഇൻട്രാക്ഷൻ, അങ്ങനെ വരുന്ന ആ ഒരു എൻട്രോപ്പിനെയാണ് നമ്മൾ എൻട്രോപ്പി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവിടെ ഈ ഒരു എൻട്രോപ്പി ട്രാൻസ്ഫർ കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ ഒരു ചേഞ്ച് ഇൻ എൻട്രോപ്പി നടക്കുന്നുണ്ട് അല്ലേ. ഓൾറെഡി ഒരു എൻട്രോപ്പി ഉണ്ടാവും, എൻട്രോപ്പിൻ്റെ കൂടെ ഈ ഒരു എൻട്രോപ്പിയും കൂടി ആഡ് ഓൺ ചെയ്യപ്പെടും
അല്ലേ? അപ്പോൾ എന്താണ്, ഇവിടെ ഒരു ചേഞ്ച് ഇൻ എൻട്രോപ്പി ഉണ്ടാവും. ഇവിടെ എന്താണ്, ഈ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് വരുമ്പോൾ എന്താണ്, ഒരു എൻട്രോപ്പി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയ സമയത്ത് അല്ലേ, എന്താണ്, ഒരു സിസ്റ്റമായിട്ട് ഒരു ഹീറ്റ് ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ്, ഒരു എൻട്രോപ്പി എന്ത് ചെയ്യും, സറൗണ്ടിങ്സിലേക്ക് കൊടുക്കും അല്ലേ, അല്ലെങ്കിൽ എന്താ, ദർ വിൽ ബി ട്രാൻസ്ഫർ ഓഫ് എൻട്രോപ്പി ടു ദി സറൗണ്ടിങ് അല്ലേ. അതാണ് dQ/dt എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സറൗണ്ടിങ്സിലേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, ആദ്യം ഈ ട്രാൻസ്ഫർ വരുന്നതിന് മുന്നേ S1 ആണെങ്കിൽ, ഓക്കെ, S1 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, S1 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ട്രാൻസ്ഫർ നടന്നു അല്ലേ, അപ്പോൾ അതെന്താ, ആ ട്രാൻസ്ഫർ നടന്നതിന് ശേഷം എന്താണ്, S2 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് പറയാനാണെങ്കിൽ എന്താ, S2 മൈനസ് S1 എന്ന് വെച്ചാൽ എന്തായിരിക്കണം അല്ലേ, ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടത്തേക്ക് വരുന്ന ഈ ഒരു വാല്യൂ ആയിരിക്കണം അല്ലേ, dQ/dt എന്നായിരിക്കണം അല്ലേ, ആ ചേഞ്ച് അല്ലേ, എൻട്രോപ്പി കിട്ടുന്നത് എന്താണ്, ആ ഒരു ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആ ഒരു ട്രാൻസ്ഫറിൻ്റെ വാല്യൂക്ക് ഈക്വൽ ആയിരിക്കണം അല്ലേ. പക്ഷേങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ, ത്രൂ ദ ഇക്വേഷൻ എന്താ, ഹിയർ സേ ദാറ്റ് S2 മൈനസ് S1 ഈസ് ഗ്രേറ്റർ ദാൻ ഇൻറ്റഗ്രൽ 1 to 2 dQ/dt അല്ലേ. അതായത് ഇവിടെ എന്താണ്, ഈ ഒരു ഡിഫറൻസ് എടുത്താൽ എന്താണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്, ഈ ഒരു എൻട്രോപ്പി ട്രാൻസ്ഫർ. അതായത് പറയുന്നത് ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ എന്താണ്, അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട സറൗണ്ടിങ്സിൽ എന്താണ്, കുറച്ച് എൻട്രോപ്പി വേറെ എവിടുന്നോ വരുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ എന്താണ്, ഈ ചേഞ്ച് എന്ന് വെച്ചാൽ എന്തായിരിക്കണം, ഇത് മാത്രമായിരിക്കണം അല്ലേ. സോ ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വാല്യൂ ആണ്. അപ്പോൾ എന്താണ്, വേറെ എവിടുന്നോ ഒരു എൻട്രോപ്പി എന്താണ്, ആ ഒരു സറൗണ്ടിങ്ങിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് എൻട്രോപ്പി ഈസ് നോൺ ആസ് entropy generated and which is denoted by S suffix GEN. ഓക്കെ, കാര്യം മനസ്സിലായോ? ഒന്നും കൂടി പറയാം, കൺഫ്യൂഷൻ ആവണ്ട. അതായത് ഒരു സിസ്റ്റം അല്ലേ, ഒരു സിസ്റ്റവും ഒരു സറൗണ്ടിങ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ എന്താണ്, ഹീറ്റ് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. അത് കാരണം എന്താണ്, ഇവിടെ എന്താണ്, ഒരു എൻട്രോപ്പി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ആ ട്രാൻസ്ഫർ എന്താണ്, dQ/dt ആണ്. ഓക്കെ, അത് എങ്ങനെയാണ് വന്നതെന്നെല്ലാം നമുക്കറിയാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ചേഞ്ചിന്, അതായത് ഈ ട്രാൻസ്ഫർ നടക്കുന്നതിന് മുന്നിലുള്ള എൻട്രോപ്പി, ആ ഒരു സറൗണ്ടിങ്സിൻ്റെ കേസിലെ എൻട്രോപ്പി നമ്മൾ S1 ആയിട്ടും ആഫ്റ്റർ ദ ട്രാൻസ്ഫർ നമ്മൾ എന്താണ് S2 ആയിട്ടും എടുത്തു. സോ സ്വാഭാവികമായിട്ടും വരേണ്ടത് എങ്ങനെയായിരുന്നു, S2 മൈനസ് S1 ഈക്വൽ ടു dQ/dt എന്നായിരുന്നു അല്ലേ. എന്താണ്, ഇതായിരുന്നല്ലോ എൻട്രോപ്പി ചേഞ്ച് വരുന്നത്, ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ എന്താണ്, അത് കാരണം ഉള്ള ചേഞ്ച് ആയിരിക്കണം. അപ്പം അതിന് ആ വാല്യൂ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ബട്ട് ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്സ് നമുക്ക് എന്ത് കാണാൻ പറ്റും, ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഗ്രേറ്റർ ദാൻ ദ എൻട്രോപ്പി ട്രാൻസ്ഫർ. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാകുന്ന എന്താ കാര്യം, അപ്പം ഇവിടെ എന്താണ്, വേറെ എവിടുന്നോ ഒരു എൻട്രോപ്പിയും കൂടി വരുന്നുണ്ട് അല്ലേ. ആ ഒരു എൻട്രോപ്പിയും കൂടി ഇവിടെ എന്താണ്, സറൗണ്ടിങ്സിൽ ഉള്ളത് കൊണ്ടാണ് എന്താണ്, ആ ഒരു വാല്യൂ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താണ്, ഗ്രേറ്റർ ആവുന്നത്. സോ ആൻഡ് ദാറ്റ് entropy is known as entropy generated and which is denoted by SGEN. ഓക്കെ, സോ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ ആ ഒരു ഇക്വേഷനിലേക്ക് വരുന്ന സമയം, ആ ഒരു കണ്ടീഷനിൽ വന്ന് നമുക്ക് എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, എൻട്രോപ്പി ജനറേറ്റഡ് ആണ് വിച്ച് ഈസ് ഡിനോട്ടഡ് ലൈക്ക് ദിസ് അല്ലേ. അപ്പം ഇനി എങ്ങനെയാണ് അല്ലേ, നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ, ആ സറൗണ്ടിങ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് എന്ത് കാരണമായിരിക്കണം, ആ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന എൻട്രോപ്പി ട്രാൻസ്ഫർ കാരണമായിരിക്കണം അല്ലേ. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, അതിനേക്കാൾ കൂടുതലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എൻട്രോപ്പി ചേഞ്ച് അല്ലേ. സോ അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എൻട്രോപ്പി ഈസ് ജനറേറ്റഡ് ഈസ് ഡ്യൂ ടു ദ ഇറിവേഴ്സിബിലിറ്റി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഡ്യൂ ടു ദ ഇറിവേഴ്സിബിലിറ്റി ആണ്. ആ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കിപ്പോൾ ഈ ഒരു പ്രോസസ്സ് അല്ലേ, ഇവിടെ ഒരു ഹീറ്റ് ഇൻട്രാക്ഷൻ നടക്കുന്നത് അല്ലേ, ഇവിടെ ഇപ്പോൾ ഒരു ഫ്രിക്ഷൻ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസിലൊക്കെ പറഞ്ഞാൽ അവിടെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് കോസസ് ഓഫ് ഇറിവേഴ്സിബിലിറ്റിയിലെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഒരു എക്സ്ട്രാ എൻട്രോപ്പി ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സ്ട്രാ എൻട്രോപ്പി ജനറേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അതാണ് ഈ ഇറവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട്. ഫോർ ഇറവേഴ്സിബിൾ പ്രോസസ്, സോ വി ക്യാൻ സേ ദാറ്റ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു എന്താണ്, എൻട്രോപ്പി ട്രാൻസ്ഫർ പ്ലസ് എൻട്രോപ്പി ജനറേറ്റഡ്. ഓക്കെ, അത് നമുക്കപ്പോൾ ഈ ഒരു ഇറവേഴ്സിബിലിറ്റീൻ്റെ പ്രോസസ്സ്, റിവേഴ്സിബിളിൻ്റെ പ്രോസസ്സിൽ ഇതൊന്നുമില്ല, ഇത് ഈക്വൽ ടു എന്ന് ഡയറക്റ്റ്ലി പറയുന്നുണ്ട്. സോ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദ ജനറേറ്റർ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാ ഈ ഒരു കാര്യം നമ്മൾ പ്രോബ്ലം എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ആവശ്യമുള്ള സാധനമാണ്. എന്താ, എൻട്രോപ്പി ജനറേറ്റർ ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ് ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. എന്താണ് ഇത്, ഈ ഒരു കേസിലേക്ക് ഗ്രേറ്റർ ദാൻ 0 ആണ്, എന്താണ് റിവേഴ്സിബിളിലേക്ക് ഈക്വൽ ടു 0 ആണ്. ലെസ് ദാൻ ആണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ ഇമ്പോസിബിൾ പ്രോസസ്. ഓക്കെ, ഇനി ഈ സെയിം കണ്ടീഷൻ നമ്മൾ പറയുകയാണ്, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താണ് ഈ സിസ്റ്റത്തിന് നമ്മൾ എന്താ, വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് എ ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, നമ്മളൊരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് നമ്മൾ എടുക്കുന്നത്, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നും ഒരു ട്രാൻസ്ഫറും ഇല്ല അല്ലേ, അക്രോസ് ദ വർക്ക് ആയാലോ മാസ് ആയാലോ ഹീറ്റ് ആയാലോ ഒന്നും എന്താണ്, ഇറ്റ് ഈസ് നോട്ട് പാസിങ് ത്രൂ അക്രോസ് ദി ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ, എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്, എന്താണ്, ഇന്റേണൽ എനർജി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. സോ ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം dq ഈക്വൽ ടു 0. ഓക്കെ, dq ഈക്വൽ ടു 0. അപ്പം നമ്മൾ ഇനി ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു. ഓക്കെ, നമ്മളൊരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു, വളരെ സിമ്പിളാണിത്. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു. അപ്പോൾ ഇവിടെയുള്ള ഓരോ മോളിക്യൂൾ അല്ലേ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ ചേഞ്ചസ് കാരണം അല്ലേ, ഇവിടെയുള്ള കൊലീഷൻ കാരണം അല്ല എന്താണ്, ഇവിടെ ഒരു എൻട്രോപ്പി ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ എന്താണ്, ചിലപ്പോൾ എന്താണ് പോസിറ്റീവ് എൻട്രോപ്പി ആയിരിക്കും, അതർവൈസ് എന്താണ് ഒരു നെഗറ്റീവ് എൻട്രോപ്പി ആയിരിക്കും. പക്ഷേ ഈ എൻട്രോപ്പി എന്ത് ചെയ്യുന്നില്ല, നേരത്തെ സംഭവിച്ചതുപോലെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല സറൗണ്ടിങ്ങിലേക്ക്, ബിക്കോസ് ദിസ് ഈസ് ഐസൊലേറ്റഡ് അല്ലേ. ഇത് ഐസൊലേറ്റഡ് ആയത് കാരണം എന്ത് സംഭവിക്കുന്നില്ല, ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഓക്കെ, സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഓക്കെ, സറൗണ്ടിങ്സിലേക്ക് എന്താണ്, ട്രാൻസ്ഫർ നടക്കുന്നില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താ, ഇവിടെ ഈ ഒരു സിസ്റ്റത്തിന്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലേ, ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താണ്, വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന എൻട്രോപ്പി എന്ത് ചെയ്യുന്നില്ല, അത് പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ds ഓഫ് ഐസൊലേറ്റഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദിസ് സ്റ്റേറ്റ് ദാറ്റ് ദ എൻട്രോപ്പി ഓഫ് എ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഐദർ ഇൻക്രീസിങ് ഓർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അല്ലേ. എന്താണ്, ഓൾ കേസിൽ എന്താണ്, റിമെയിൻസ് കോൺസ്റ്റൻറ്റും ആയിരിക്കും. എന്താണ്, കാരണം ഇവിടെ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാം നടക്കുന്നത് അല്ലേ. ഇവിടുന്ന് പുറത്തേക്ക് പോയാലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ വേറൊരു സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്ഫർ വന്നാൽ മാത്രമേ ഇവിടെ എൻട്രോപ്പി ചേഞ്ചസ് വരൂ, അല്ലെങ്കിൽ എന്താ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ നടക്കണം അല്ലേ, remains constant. This is known as the principle of increasing entropy. This is known as the principle of increasing entropy. Okay, ഈ ഒരു കാര്യം ജസ്റ്റ് ഇതാ ഈ ഒരു ഫിഗർ ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടും, ഈ രണ്ട് കേസിലേക്കുള്ള കാര്യങ്ങളും കിട്ടും, എൻട്രോപ്പി ജനറേഷനും കിട്ടും, അതേപോലെ തന്നെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസിങ് എൻട്രോപ്പിയും കൂടി നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.